ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ റാഗി സേമിയ. ഇത് വെച്ച് നമുക്ക് 10 മിനിറ്റ് കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ഫുഡുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പ് വെച്ചു കേട്ടോ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഉണ്ടാക്കിയ പാത്രമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിന്ന് അടുപ്പിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ പച്ചമുളകും ഇച്ചിരി നമ്മുടെ വറ്റൽമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ റാഗി സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ കപ്പിനകത്തോട്ട് തന്നെ ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം നമ്മൾ റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് പോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതിന് ഒത്തിരി വേവില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ചുറ്റിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഇത് പായസം പോലെ കുഴഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റിച്ച് സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് തട്ടിപ്പൊത്തി വെക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴം വീട്ടിലും നല്ല നല്ല സോഫ്റ്റ് അല്ലേ?